വെൽക്കം ബാക്ക് ഓൾ ഓഫ് യു. അപ്പോ ആറോയുടെ യൂണിറ്റ് 2ന്റെ ലാസ്റ്റ് സെഷനാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിനകത്ത് നമുക്കുള്ളത് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഈ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ആറോയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ഈ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ PSCയുടെ എക്സാംസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ടുള്ള ടോപ്പിക്സിൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പോർഷനിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എന്തായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോ ഇവിടെ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് methods of obtaining vital statistics, measurement of fertility, crude birth rate, specific fertility rate, crude death rate, standardized death rates, infant mortality rate, maternal mortality rate ആണ് അവിടെ, reproduction rate and rate of net migration. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അപ്പോ എന്താണ് ഈ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്? അപ്പൊ നമ്മൾ ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ ബർത്ത്, ഡെത്ത്, ഫെർട്ടിലിറ്റി, ഇതിനെ കുറിച്ചുള്ള ഒരു സെൻസസും അതിന്റെ കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് ഈ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ സ്റ്റാറ്റിസ്റ്റിക്സിന് ഇമ്പോർട്ടൻസ് കൂടി വരുന്ന കാലമാണ്. അതിൽ ഡെമോഗ്രഫിയിലൊക്കെ ആയാലും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് is a branch of biostatistics that deals with collection, compilation, analysis and interpretation of data related to vital events in human populations. Human populationsൽ ഉണ്ടാവുന്ന vital events എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമായിട്ട് അതിനകത്ത് ഉണ്ടാവുന്നത് ബർത്ത്, ഡെത്ത്, ഫീറ്റൽ ഡെത്ത്സ്, മാരേജസ്, ഡൈവേഴ്സസ്, മൈഗ്രേഷൻ, ഇതൊക്കെയാണ് എന്താണ് കൂടുതലായിട്ട് ഉണ്ടാവുന്ന വൈറ്റൽ ഇവന്റ്സ്. ഇതിന്റെ കുറിച്ചുള്ള കളക്ഷൻ, കമ്പൈലേഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആണ് എന്ത് പറയുന്നത്? വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അത് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചുമായിട്ട് ഡീൽ ചെയ്തിട്ടുള്ളതാണുള്ളത്. ഈ ഇവന്റ്സ് എല്ലാം തന്നെ ആർ എസെൻഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് പോപ്പുലേഷൻ ഡൈനമിക്സ് ആൻഡ് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് എ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയുടെ പോപ്പുലേഷൻ ഡൈനമിക്സ് എങ്ങനെയാണെന്ന്, അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് ഒക്കെ നമ്മൾ ഈ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ കൂടെ ഉള്ള ഇതിൽ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോ എന്താണ് ഇപ്പൊ പ്രധാനമായിട്ടുള്ള കാര്യം മനസ്സിലായാലോ? എന്താണ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്? വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് that deals with collection, compilation, analysis and interpretation of data related to vital events in human populations. ആ vital events എന്ന് പറയുന്നത് എന്താ? ബർത്ത്, ഡെത്ത്, ഫീറ്റൽ ഡെത്ത്സ്, മാരേജസ്, ഡൈവേഴ്സസ്, മൈഗ്രേഷൻ, ഇവിടെ നിന്ന് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാർ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അവരെത്ര പേരുണ്ട്, അതിൽ മരിച്ചവർ എത്ര പേരുണ്ട്, പുതിയതായിട്ട് ജനിച്ചവർ എത്ര എന്നുള്ള കണ്ടീഷൻസ്, ഇതൊക്കെയാണ് വൈറ്റൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കാം. കാരണം ഞാൻ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല്, ഒരു ആറോയുടെ എക്സാമിന് ഉണ്ടായിരുന്ന ചോദ്യമായിരുന്നു ഫാദർ ഓഫ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ക്യാപ്റ്റൻ ജോൺ ബ്രൗണ്ട് ആണ് എന്ത് പറയുന്നത്? ഫാദർ ഓഫ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. കാരണം ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ബിഗാൻ ഇൻ ദ 70th century വിത്ത് ജോൺ ബ്രൗൺ. ജോൺ ബ്രൗണിനോട് കൂടെയാണ്, പുള്ളി ക്യാപ്റ്റൻ ആയിരുന്നു, പുള്ളിയുടെ കൂടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു സ്റ്റഡിക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഹു അനലൈസ്ഡ് ദ ബിൽസ് ഓഫ് മോർട്ടാലിറ്റി ഇൻ ലണ്ടൻ ആൻഡ് ലേഡ് ഫൗണ്ടേഷൻ ദി മോഡേൺ ഡെമോഗ്രഫിക് ആൻഡ് എപ്പിഡമോളജി. ഞാൻ ആദ്യമേ പറയാം, നമുക്ക് ഇന്നത്തെ കാലത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇത്രയും ഡെവലപ്പ് ചെയ്ത് വരുന്നതെന്ന് വെച്ചാൽ ഡെമോഗ്രഫിയും എപ്പിഡമോളജി എന്ന് പറയുന്ന ഇതൊക്കെ ബ്രാഞ്ചസ് വളരെ ഇതായിട്ട് വരുവാണ്. ഈ ഇതിനൊക്കെ ഫൗണ്ടേഷൻ കൊടുത്തത് എന്ത് പറയുന്നത്? ഈ ജോൺ ബ്രൗണ്ട് ആണ്. ബിൽസ് ഓഫ് മോർട്ടാലിറ്റി ലണ്ടനില് അനലൈസ് ചെയ്ത വഴിയാണ് ഇതിന് നമുക്ക് ഇമ്പോർട്ടൻസ് വന്നത്. സോ നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് അറിയേണ്ടത് ഹു ഇസ് ദ ഫാദർ ഓഫ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഫാദർ ഓഫ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്ന ആരാണ്? ജോൺ ബ്രൗണ്ട് ആണ് എന്ത് പറയുന്നത്? ഫാദർ ഓഫ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി സ്കോപ്പ് ഓഫ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. സ്കോപ്പ് എന്ന് പറയുന്നത് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് കവർ ചെയ്യുന്നത് മെഷർമെന്റ് ഓഫ് ഫെർട്ടിലിറ്റി, മോർട്ടാലിറ്റി ആൻഡ് മോർബിഡിറ്റി, പിന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് ഡെമോഗ്രഫിക് ട്രെൻഡ്സ്, life table construction, estimation of life expectancy, study of migration patterns, health indicators for planning and evaluation. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്തൊക്കെയാണ് വൈറ്റൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഫെർട്ടിലിറ്റി, മോർട്ടാലിറ്റി, മൊബിലിറ്റി, ഇത് മെഷർ ചെയ്യാൻ വേണ്ടി വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കും. പിന്നെ ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് എങ്ങനെയാണ്, ആ ഡെമോഗ്രഫിക് ട്രെൻഡ്സ് എങ്ങോട്ടാണെന്നുള്ളത് നോക്കും. പിന്നെ ലൈഫ് ടേബിൾ കൺസ്ട്രക്ഷൻ നടത്തും. പിന്നെ അതുപോലെ ലൈഫ് എക്സ്പെക്ടൻസിയുടെ എസ്റ്റിമേറ്റ് ചെയ്യും. പിന്നെ മൈഗ്രേഷൻ പാറ്റേണിനെ കുറിച്ച് സ്റ്റഡി ചെയ്യും. പിന്നെ എന്താണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ പ്ലാനിങ് ആൻഡ് ഇവാലുവേഷൻ. ഇതൊക്കെ നടത്തുന്നത് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സ്കോപ്പാണ്.
ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് വാട്ട് ആർ ദി യൂസസ് ഓഫ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ നമ്മൾ ഈ കാര്യം നല്ല കാര്യമായിട്ട് ബേസിക് ആയിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റുള്ളൂ. ഇത് അപ്ലൈ ചെയ്യുന്ന യൂസ് ചെയ്യുന്ന ഒരെന്ന് പറയുന്നത് ഗവൺമെന്റ് ആൻഡ് പോളിസീസിലാണ്. അതായത് ഫസ്റ്റ് വൺ ഈസ് പോപ്പുലേഷൻ പ്ലാനിങ്. പോപ്പുലേഷൻ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്, ഗവൺമെന്റിന് എത്ര സ്കൂളുകൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ഉണ്ടാക്കണം, ഹൗസിംഗ് ഉണ്ടാക്കണം, ട്രാൻസ്പോർട്ടേഷൻസ് എന്തൊക്കെ ഉണ്ടാക്കണം, ഈ ഒരു പോപ്പുലേഷൻ പ്ലാനിങ് വഴിയാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അത് ഈ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഉപയോഗത്തിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പബ്ലിക് ഹെൽത്ത് ഡിസിഷൻസ്, അതായത് ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ലൈഫ് എക്സ്പെക്ടൻസി, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ഇതെല്ലാം തന്നെ അപ്പം ഇങ്ങനെ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്പോട്ട് ചെയ്ത് ഹെൽത്ത് പ്രോബ്ലംസ് നേരത്തെ കൂട്ടി അറിയുന്ന കാര്യങ്ങളെല്ലാം എന്ത് വഴിയാണ്, ഈ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് വഴിയാണ്. സോ ഫസ്റ്റ് വൺ ഈസ് ഗവൺമെന്റ് ആൻഡ് പോളിസി. അതിനകത്ത് ഫസ്റ്റ് വൺ പോപ്പുലേഷൻ പ്ലാനിങ്, ദെൻ ദ സെക്കൻഡ് വൺ ഈസ് പബ്ലിക് ഹെൽത്ത് ഡിസിഷൻസ് ആണ്. മൂന്നാമത്തത് ലോ ആൻഡ് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഗവൺമെന്റ് പോളിസീസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോപ്പുലേഷൻ പ്ലാനിങ് ഉണ്ടാകാനും പബ്ലിക് ഹെൽത്ത് ഡിസിഷൻസ് ഉണ്ടാവാനും അതേപോലെ ലോ ആൻഡ് ഐഡന്റിറ്റി ഫോം ചെയ്യാനും എല്ലാം തന്നെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യും. അപ്പൊ ഗവൺമെന്റ് ആൻഡ് പോളിസിയിൽ ഇത് ഉണ്ടാവുന്ന ഈ കാര്യങ്ങളാണ്. ഈ ലോ ആൻഡ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ബർത്ത് ആൻഡ് ഡെത്ത് സർട്ടിഫിക്കറ്റ് എസ്റ്റാബ്ലിഷ് ലീഗൽ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, ഇൻഹെറിറ്റൻസ് റൈറ്റ്സ് ആൻഡ് ബെനിഫിറ്റ്സ്, ഇതിനെല്ലാം തന്നെ യൂസ് ചെയ്യുന്നത് ഏതാണ്, ഈ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മേഖലയാണ്. അടുത്തത് ഗവൺമെന്റ് ആൻഡ് പോളിസി കഴിഞ്ഞാൽ അടുത്ത വരുന്നത് ഹെൽത്ത് കെയർ ആൻഡ് പബ്ലിക് ഹെൽത്ത് ആണ്. ഇതിന് നമ്മൾ ഇത് യൂസ് ചെയ്യും. എന്താണ്, ഡിസീസസ് സർവൈലൻസ്, അതായത് ഡെത്ത് റെക്കോർഡ്സ്, എന്തൊക്കെ കാരണങ്ങളാൽ മരണം വരുന്നു, എന്തെല്ലാം ഹെൽത്ത് ത്രെഡ്സ് ആണ് എമർജ് ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യും, വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യും. അതുപോലെ അടുത്ത ഹെൽത്ത് പ്രോഗ്രാംസ്, അതായത് ഡേറ്റ ഗേറ്റ്സ്, വാക്സിനേഷൻ ഡ്രൈവ്സ്, മെറ്റേണൽ ഹെൽത്ത് പ്രോഗ്രാംസ്, ന്യൂട്രീഷൻ ഇനിഷ്യേറ്റീവ്സ്. അപ്പം ഇതെല്ലാം തന്നെ ആക്ച്വലി വരുന്നത് ഈ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മേഖല കൊണ്ടാണ്. അതുപോലെ മെഷറിംഗ് പ്രോഗ്രസ്, ട്രാക്സ് ഇംപ്രൂവ്മെന്റ്സ് ഇൻ ലൈഫ് എക്സ്പെക്ടൻസി ആൻഡ് റിഡക്ഷൻസ് ഇൻ മെറ്റേണൽ ഓർ ഇൻഫന്റ് മോർട്ടാലിറ്റി ഓവർ ടൈം. ഈ മൂന്ന് കാര്യങ്ങൾ യൂസ്, അതായത് ഹെൽത്ത് കെയർ ആൻഡ് പബ്ലിക് ഹെൽത്തിൽ ഈ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്താണ് ഈ മൂന്ന് കാര്യങ്ങൾ. ഒന്ന് ഡിസീസ് സർവൈലൻസ്, ഹെൽത്ത് പ്രോഗ്രാംസ്, പിന്നെ മെഷറിംഗ് പ്രോഗ്രസ്. ഇനി അടുത്തത് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഡെമോഗ്രഫി, എപ്പിഡമോളജി, ഇതൊക്കെ ഇപ്പം വരുന്ന എന്താണ് ഡെവലപ്പിംഗ് സ്റ്റേജസ് ആണ്. അതിനകത്ത് റിസർച്ച് സ്റ്റഡി ഫെർട്ടിലിറ്റി, മോർട്ടാലിറ്റി ആൻഡ് പോപ്പുലേഷൻ ഗ്രോത്ത് ട്രെൻഡ്, ഇതാണ് ഇതിലെ റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മേഖലയിൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ടുള്ള ഉപയോഗം. പിന്നെ എപ്പിഡമോളജി, വൈറ്റൽ സ്റ്റാറ്റ്സ് ഹെൽപ്സ് മാപ്സ് ഡിസീസ് പാറ്റേൺസ് ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ്. ഇവാലുവേറ്റിംഗ് പോളിസീസ്, ഒരു പുതിയൊരു പോളിസി വർക്ക് വേണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്യുന്നത് ഏത് വഴിയാണ്, ഈ റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വഴിയാണ്. പിന്നെ എക്കണോമിക്സ് ആൻഡ് ബിസിനസ്, മാർക്കറ്റ് പ്ലാനിങ്ങില്, ഇൻഷുറൻസ് ആൻഡ് പെൻഷൻസില്, അതുപോലെ വർക്ക് ഫോഴ്സ് പ്ലാനിങ്ങില്, ഇതെല്ലാം തന്നെ നമ്മുടെ യൂസ് ചെയ്യുന്നത് ഏത് വഴിയാണ്, ഈ പറയുന്ന വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്താണ്. അതുപോലെ ലീഗൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് യൂസസ്, ഏജ് പ്രൂഫ് ചെയ്യാൻ, നാഷണാലിറ്റി, ഫാമിലി റിലേഷൻഷിപ്പ്, അതുപോലെ ഇൻഹെറിറ്റൻസ് ആൻഡ് സക്സഷൻ കേസസ്, സ്കൂൾ അഡ്മിഷൻസ്, പാസ്പോർട്ട്സ്, വോട്ടർ രജിസ്ട്രേഷൻ, ഇതിനെല്ലാം തന്നെ യൂസ് ചെയ്യും. പിന്നെ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് വർക്ക്, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും യുണൈറ്റഡ് നേഷനും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, പല രാജ്യങ്ങളുടെ ഹെൽത്തും പോപ്പുലേഷനും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ്, ഗ്ലോബൽ ഡെവലപ്മെന്റ് ഗോൾസ് പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ടാർഗറ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് ഇന്റർവെൻഷൻസ് വേർ ദേ ആർ മോർ നീഡഡ് മോസ്റ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്കാണ് ആക്ച്വലി വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ്, ഗവൺമെന്റ് ആൻഡ് പോളിസി, healthcare and public health, research and statistics, economics and business, then legal and administrative uses, and also international development work. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് നമ്മുടെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്തത് മെത്തേഡ്സ് ഓഫ് ഒബ്റ്റൈനിങ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒബ്റ്റൈൻ ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, റെഫർ ടു ഡേറ്റ ഓൺ ബർത്ത്, ഡെത്ത്സ്, ഫീറ്റൽ ഡെത്ത്സ്, മാരേജസ്, ഡൈവേഴ്സസ് ആൻഡ് ആൾ റിലേറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിൽ ആവശ്യമാണോ അതെല്ലാം തന്നെ നോക്കുന്നത് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് വഴിയാണ്. അപ്പൊ അത് ആക്യുറേറ്റ് കളക്ഷൻ എന്താണ്, എസെൻഷ്യൽ ആണ്. ഇതിനു വേണ്ടി ഡെമോഗ്രഫിക്ക് വേണ്ടിയിട്ട്, പബ്ലിക് ഹെൽത്തിന് വേണ്ടിയിട്ട്, പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്, റിസർച്ചിന് വേണ്ടിയിട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്നെന്ത കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചിട്ട് റെക്കോർഡ് നമ്മൾ കീപ്പ് ചെയ്യണം. ആ റെക്കോർഡ് നോക്കണമെങ്കിൽ എന്ത് വേണം, വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഉപയോഗം വേണം. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
ഫസ്റ്റ് വൺ ഈ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം, CRS, സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം. ഞാൻ എല്ലാം ഒറ്റ പേജിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുവാണ്. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് പോയിന്റ് നോട്ട് ഔട്ട് ചെയ്ത് എഴുതുക. സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം ഇതെന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല്, വാട്ട് ഈസ് എ ഡെഫിനിഷൻ ഓഫ് സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്, കണ്ടിന്യൂസ് കമ്പൽസറി ആൻഡ് പെർമനന്റ് സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് വൈറ്റൽ ഇവന്റ്സ് ബൈ ലോ. അതായത് ബർത്ത് ആയാലും ഡെത്ത് ആയാലും പിന്നെ എന്താ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആയാലും എന്തായിരുന്നാലും അതിന് എന്ത് ചെയ്യണം, ഒരു കണ്ടിന്യൂസ് കമ്പൽസറി ആൻഡ് പെർമനന്റ് സിസ്റ്റം വേണം. എന്ത് ചെയ്യാൻ വേണ്ടി, റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എന്തെങ്കിലും ഒരു ലോ വെച്ചിട്ട്, ബൈ ലോ ഒരു ലോ വെച്ചിട്ട് അത് ചെയ്യണം. അതിനെയാണ് എന്താ പറയുന്നത്, സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം ഓർ CRS എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം? എ കണ്ടിന്യൂസ് കമ്പൽസറി ആൻഡ് പെർമനന്റ് സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് വൈറ്റൽ ഇവന്റ്സ് ബൈ ലോ. ഇപ്പൊ എന്താണ് പറയുന്നത്, കണ്ടിന്യൂസ് കമ്പൽസറി ആൻഡ് പെർമനന്റ് സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് വൈറ്റൽ ഇവന്റ്സ് ബൈ ലോ. അതിന്റെ മെത്തേഡ് എന്തൊക്കെയാണെന്ന് നോക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇവന്റ്സ് ആർ രജിസ്റ്റേർഡ് അറ്റ് ലോക്കൽ രജിസ്ട്രേഷൻ ഓഫീസേഴ്സ്. അതായത് ഇപ്പൊ ഒരു ഭാഗത്ത് മരണം നടന്നു അല്ലെങ്കിൽ ജനനം നടന്നു, നമ്മൾ പറയും ബർത്ത് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ, അതുപോലെ ഡെത്ത് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അറിയാലോ. അതായത് ഇപ്പൊ ഒരു ലൊക്കാലിറ്റിയിൽ ഒരാള് മരിച്ചെന്നുണ്ടെങ്കിൽ അവിടുത്തെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ രജിസ്റ്ററിലോ പോയി നമ്മൾ എന്ത് ചെയ്യണം, അത് രജിസ്റ്റർ ചെയ്യണം. അതാണ് ഇവന്റ്സ് ആർ രജിസ്റ്റേർഡ് അറ്റ് ലോക്കൽ രജിസ്ട്രേഷൻ ഓഫീസേഴ്സ്. ലീഗൽ സർട്ടിഫിക്കറ്റ്സ് ആർ ഇഷ്യൂഡ്. അപ്പൊ എന്താണ് ലീഗൽ, അതായത് ഇപ്പൊ തന്നെ നമുക്കറിയാം ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യും, അത് കിട്ടും. അപ്പൊ എങ്ങനെ, അത് നമ്മൾ ആ ഹോസ്പിറ്റൽ വഴി തന്നെ അവിടുത്തെ ലോക്കൽ രജിസ്ട്രേഷൻ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യും അല്ലെ. ഇനി അടുത്ത എന്താണ്, മെഡിക്കൽ സർട്ടിഫിക്കേഷൻ ഓഫ് കോസ് ഓഫ് ഡെത്ത് ഈസ് ഓഫൺ ഇൻക്ലൂഡഡ്. അതായത് എന്തുകൊണ്ടാണ് മരണം നടന്നത്, എന്തെങ്കിലും അസുഖമായിരുന്നോ അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിരുന്നോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ചെയ്യും. കാരണം ഇതെന്താന്ന് വെച്ചാല് ഇത് വെച്ചിട്ടാണ് നമുക്ക് അവിടെ ഒരു ഐഡന്റിഫിക്കേഷൻ വരുന്നത്, ഇന്ന ആരോഗ്യം കൊണ്ട്. അപ്പം നമുക്കിപ്പോ കൊറോണ കോവിഡ് ഒക്കെ വന്നിരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ മരിച്ചു. അപ്പം എന്തുകൊണ്ടാണ്, അവരുടെ ഇതുകൊണ്ടാണ്, ശ്വാസം മുട്ടൽ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ്. അപ്പൊ എത്ര പേർക്ക് ആ ഒരു ഇത് വന്നു, ഇതൊക്കെ നമ്മുടെ ഈ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് വഴിയാണ് ഇത് ആക്ച്വലി ഇതൊക്കെ ഉണ്ടാവുന്നത്. ഇനി ഡേറ്റ ഫ്ലോസ് അപ്വേർഡ്. എങ്ങനെയാണ് പോകുന്നത്, ലോക്കലിൽ നിന്ന് ഡിസ്ട്രിക്റ്റിലോട്ട്, ഡിസ്ട്രിക്റ്റിൽ നിന്ന് സ്റ്റേറ്റിലോട്ട്, സ്റ്റേറ്റിൽ നിന്ന് നാഷണൽ അതോറിറ്റിയിലോട്ട്. അപ്പം എന്താണ് ഡേറ്റ ഫ്ലോസ് അപ്വേർഡ്സ്, ഏറ്റവും താഴെ നിന്നും മുകളിലോട്ടാണ് ഡേറ്റ പോകുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇൻ ഇന്ത്യ ബർത്ത് ആൻഡ് ഡെത്ത്സ് ആർ രജിസ്റ്റേർഡ് അണ്ടർ ദി രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്സ് ആക്ട്. ഇന്ത്യയിലാണെങ്കിൽ ബർത്തും ഡെത്തും എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത്, ബർത്ത് ഡെത്ത് ആക്ട്സ് പ്രകാരം രജിസ്റ്റർ ചെയ്യും. പക്ഷെ യുണൈറ്റഡ് കിങ്ഡമിൽ ദ ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പൽ സിവിൽ രജിസ്ട്രേഷൻ ഡേറ്റ. യുണൈറ്റഡ് കിങ്ഡമിൽ എന്ത് ചെയ്യും, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ സിവിൽ രജിസ്ട്രേഷൻ ഡേറ്റ ഇടുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ലോക്കലി രജിസ്റ്റർ ചെയ്യും, നമുക്കുണ്ട് അതിന്റെ രജിസ്റ്റർ ഉണ്ട്, അതുവഴി നമ്മൾ അങ്ങ് മുകളിലോട്ട് പോകും. പക്ഷെ അവിടെ എങ്ങനെയാണ്, ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, സിവിൽ രജിസ്ട്രേഷൻ ഡേറ്റ് ഉണ്ട്, അത് വെച്ചാണ് ചെയ്യുന്നത്. മെറിറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, കണ്ടിന്യൂസ് ആൻഡ് ലീഗൽ റെക്കോർഡാണ്, ഇൻഡിവിജ്വൽ ലെവൽ ഡേറ്റ അവൈലബിൾ ആണ്, യൂസ്ഫുൾ ഫോർ ലീഗൽ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഹെൽത്ത് പ്ലാനിംഗ് പർപ്പസസ്. എന്താണ് ഇതിന്റെ കണ്ടിന്യൂസ് ആണ്, ലീഗൽ ആണ്, ഇൻഡിവിജ്വൽ ലെവൽ ഡേറ്റ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ എന്താണ് ലീഗലും അഡ്മിനിസ്ട്രേറ്റീവ് ഹെൽത്ത് പ്ലാനിംഗ് പർപ്പസിന് എല്ലാം തന്നെ അതെന്താണ് ഉപയോഗമാണ്. പക്ഷെ അതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, അണ്ടർ രജിസ്ട്രേഷൻ ഇൻ റൂറൽ ഓർ റിമോട്ട് ഏരിയാസ്. അപ്പൊ എന്താണ് റൂറൽ റിമോട്ട് ഏരിയാസിൽ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അണ്ടർ രജിസ്ട്രേഷൻ ഇൻ റൂറൽ ആൻഡ് റിമോട്ട് ഏരിയാസ്. ഡിലേസ് ഇൻ റിപ്പോർട്ടിംഗ്, റിപ്പോർട്ട് ചെയ്യാൻ താമസിച്ചാൽ അത് കിട്ടാൻ താമസിക്കും. പുവർ കോസ് ഓഫ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇൻ സം റീജിയൻസ്. എന്താണ് ഡെത്ത് സർട്ടിഫിക്കേഷൻ ചില സ്ഥലങ്ങളിൽ എന്താണ് പുവർ ആണ്. അതൊക്കെയാണ് എന്താ പറയുന്നത് അതിന്റെ ലിമിറ്റേഷൻസ് പറയുന്നത്. സോ മെത്തേഡ്സ് ഓഫ് ഒബ്റ്റൈനിങ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒബ്റ്റൈൻ ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണെന്നാണ്. എന്നാൽ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് വൺ ഈ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം, CRS, സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം അല്ലെ. അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്സ് കാൽക്കുലേറ്റഡ് യൂസിംഗ് രജിസ്റ്റേർഡ് ലൈവ് ബർത്ത് ആൻഡ് ഇൻഫന്റ് ഡെത്ത്സ് ഫ്രം CRS ഹെൽത്ത് മോണിറ്റർ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രസ്. എന്താണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നപ്പോൾ എന്ത് ചെയ്യും, എന്താണ് ജനനനിരക്കും അതുപോലെ തന്നെ കുഞ്ഞു മരണങ്ങളും എല്ലാം തന്നെ, ഇൻഫന്റ് ഡെത്ത്സും എല്ലാം തന്നെ ഇത് എന്ത് ചെയ്യുന്ന അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാകുന്ന ഹെൽത്ത് പ്രോഗ്രാംസ് എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും by the civil registration system. For a civil registration system definition, it is a continuous, compulsory and permanent system. എന്താണ്
continuous, compulsory and permanent system of recording vital events by law, that is known as the civil registration system. Okay ആണല്ലോ. Then the next one is population census. എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പോപ്പുലേഷൻ സെൻസസ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം അല്ലെ, നമ്മൾ ആസ് എ സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഫസ്റ്റ് നമ്മൾ എപ്പോഴും പഠിക്കുന്ന സെൻസസിനെ കുറിച്ചാണ്. എന്താണ് പോപ്പുലേഷൻ സെൻസസ് എന്ന് പറയുന്നത്? ഇന്ത്യൻ പോപ്പുലേഷനെ കുറിച്ച് ഒരു കംപ്ലീറ്റ് എന്യൂമറേഷൻ, അത് എല്ലാ 10 വർഷം കൂടുമ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പൊ ആ 10 വർഷം കൊണ്ട് നമുക്ക് ഈ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ ആൾക്കാരുണ്ട്, എന്തെല്ലാം നേട്ടങ്ങളാണ്, എന്തെല്ലാം കോട്ടങ്ങളാണ് എന്നുള്ള എല്ലാം നമുക്ക് എന്തുവഴി മനസ്സിലാക്കാൻ പറ്റും? പോപ്പുലേഷൻ സെൻസസ് വഴി മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്താണ് പോപ്പുലേഷൻ സെൻസസ്? എ കംപ്ലീറ്റ് എന്യൂമറേഷൻ ഓഫ് ദി എൻറ്റയർ പോപ്പുലേഷൻ അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം, യൂഷ്വലി എവറി 10 years. അതിന്റെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഡോർ ടു ഡോർ എന്യൂമറേഷൻ ഓർ ഡിജിറ്റൽ സെൽഫ് റിപ്പോർട്ടിംഗ് അല്ലെ. collects age, sex, marital status, children ever born, deaths in household representing. പിന്നെ provides denominators for vital statistics. അപ്പൊ എന്താണ് ഇതെന്താ? ഡോർ ടു ഡോർ കളക്ഷൻ ആണ്. ഇത് കളക്ഷൻ എങ്ങനെയാണ്? എല്ലാം വരും അല്ലെ. ഏതൊക്കെ വരും? ഏജ് വരും, സെക്സ് വരും, മാരിറ്റൽ സ്റ്റാറ്റസ് വരും, കുട്ടികളുണ്ടോ ഇല്ലയോ എന്നുള്ള വരും, ആ കുടുംബത്തില് ആരൊക്കെ ഉണ്ട്, ആരൊക്കെ മരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ വരും അല്ലെ. അതുപോലെ പ്രൊവൈഡ് ഡിനോമിനേറ്റേഴ്സ് ഫോർ വൈറ്റൽ റേറ്റ്സ്. വൈറ്റൽ റേറ്റ്സിന് ഡിനോമിനേറ്റേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഡിസെന്യൽ സെൻസസ് ഇൻ ഇന്ത്യ, ഡിസെന്യൽ സെൻസസ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അതുപോലെ അതിന്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് കവേഴ്സ് എൻറ്റയർ പോപ്പുലേഷൻ. ആരും ഒരാളെ പോലും വിടത്തില്ല. എല്ലാ, അതായത് നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുന്ന പോപ്പുലേഷനിൽ എന്തൊക്കെയാണോ, ആരൊക്കെയാണോ, എവിടെയൊക്കെയാണോ അവിടെ എല്ലാരും എന്ത് ചെയ്യും? കവർ ചെയ്യും. രണ്ടാമത്തേന്ന് പറയുന്നത് പ്രൊവൈഡ് സോഷ്യോ എക്കണോമിക് ആൻഡ് ഡെമോഗ്രാഫിക് കോണ്ടെക്സ്റ്റ്. എന്ത് ചെയ്യും? സോഷ്യോ എക്കണോമിക്കും ഡെമോഗ്രാഫിക് കോണ്ടെക്സ്റ്റും പ്രൊവൈഡ് ചെയ്യും. അതുപോലെ പ്രൊവൈഡ് ഡിനോമിനേറ്റേഴ്സ് ഫോർ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ്. അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലേക്കാളും ജനനനിരക്ക് ഇപ്പൊ കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ്, മരണനിരക്ക് കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പോപ്പുലേഷൻ സെൻസസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഓരോ 10 വർഷത്തിൽ മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ. പിന്നെ റിക്കോൾ ബയാസ് ഇൻ റിപ്പോർട്ടിംഗ് ബർത്ത്സ് ഓർ ഡെത്ത്സ്, എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിംഗ്. നമ്മൾ ആദ്യം പറഞ്ഞു ഡോർ ടു ഡോർ എന്യൂമറേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ അത് എക്സ്പെൻസീവ് ആണ്, അതുപോലെ ടൈം കൺസ്യൂമിംഗ് ആണ്. ഇനി എക്സാമ്പിൾ എന്ന് പറയുന്നത് സെൻസസ് ഡേറ്റ പ്രൊവൈഡ്സ് പോപ്പുലേഷൻ ഡിനോമിനേറ്റേഴ്സ് യൂസിംഗ് കാൽക്കുലേറ്റ് CBR, ക്രൂഡ് ബർത്ത് റേറ്റ് ആൻഡ് ക്രൂഡ് ഡെത്ത് റേറ്റ്. എന്താണ് ഈ ക്രൂഡ് ബർത്ത് റേറ്റും ക്രൂഡ് ഡെത്ത് റേറ്റ് എന്ന് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നോക്കാം. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? കാൽക്കുലേറ്റ് ചെയ്യും. ആര് വെച്ചിട്ട്? സെൻസസ് വെച്ചിട്ട്. CBR ആൻഡ് CDR അതെന്താന്നുള്ളത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് പഠിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം. അപ്പൊ നമ്മൾ മൂന്നെണ്ണം പഠിച്ചു അല്ലെ. മൂന്നാമത്തെ പഠിക്കുന്നത് ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ എന്താണ്? സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം. ഫസ്റ്റ് വൺ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം ആൻഡ് സെക്കൻഡ് വൺ ഈസ് പോപ്പുലേഷൻ സെൻസസ്. ദെൻ ദി തേർഡ് വൺ ഈസ് സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം. മറ്റേതെന്താണ്? സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം ആയിരുന്നു. ഇതെന്ന് പറയുന്നത് സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം, SRS. എന്താണ് ഈ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്? എ ഡ്യുവൽ റെക്കോർഡ് സിസ്റ്റം containing continuous registration and periodic service in a representative sample of areas. അതായത് ചില റെപ്രസെന്റേറ്റീവ് ഏരിയാസിൽ ഡ്യുവൽ റെക്കോർഡ് സിസ്റ്റം നമ്മൾ ചെയ്യും. ഡ്യുവൽ മീൻസ് രണ്ടെണ്ണം അല്ലെ, രണ്ടായിട്ടുള്ള റെക്കോർഡ് സിസ്റ്റം നമ്മൾ ചെയ്യും. എന്താ ഈ ഡ്യുവൽ റെക്കോർഡ് സിസ്റ്റം നമ്മൾ? കമ്പൈനിങ് കണ്ടിന്യൂസ് രജിസ്ട്രേഷൻ ആൻഡ് പീരിയോഡിക് സർവീസ്. കണ്ടിന്യൂസ് രജിസ്ട്രേഷനും അതുപോലെ പീരിയോഡിക് സർവീസും, അതായത് കണ്ടിന്യൂസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കും, അതുപോലെ എന്ത് ചെയ്യും? സർവേയും നടത്തിക്കൊണ്ടിരിക്കും പീരിയോഡിക് ആയിട്ട്. അതായത് ഒരു ഫിക്സഡ് 6 monthsന് ശേഷം വീണ്ടും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് എന്ത് പറയുന്നത്? സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം, SRS, സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം. എ ഡ്യുവൽ റെക്കോർഡ് സിസ്റ്റം combining continuous registration and periodic surveys. കണ്ടിന്യൂസ് രജിസ്ട്രേഷനും അതുപോലെ പീരിയോഡിക് സർവേസും എന്താണ്? ഒരു ഏരിയ ഹൗസിൽ അതിന്റെ റെപ്രസെന്റേറ്റീവ് സാമ്പിൾസിന് എടുത്ത് ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത് സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി
മെത്തേഡ് എന്ന് പറയുന്നത് ലോക്കൽ എന്യൂമറേറ്റർ റെക്കോർഡ്സ് ബർത്ത് ആൻഡ് ഡെത്ത്സ് കണ്ടിന്യൂസ്ലി. ലോക്കൽ എന്യൂമറേറ്റർ റെക്കോർഡ്സ് ബർത്ത് ആൻഡ് ഡെത്ത്സ് കണ്ടിന്യൂസ്ലി. അതുപോലെ ഇൻഡിപെൻഡന്റ് സർവേ സൂപ്പർവൈസർ വെരിഫൈസ് ഇവന്റ്സ് എവറി 6 months. മാച്ച്ഡ് ആൻഡ് അൺമാച്ച്ഡ് ഇവന്റ്സ് ആർ റീകൺസൈൽഡ്. അപ്പൊ ഇതിന്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്? ലോക്കൽ എന്യൂമറേറ്റർ റെക്കോർഡ് ചെയ്യും എന്താണ് ബർത്തും ഡെത്തും കണ്ടിന്യൂസ് ആയിട്ട് ലോക്കൽ ആയിട്ടുള്ള ഇന്ന ഏരിയയിൽ ഇത്ര ആൾക്കാർ, അപ്പൊ ആ അതെന്ത് ചെയ്യും എപ്പോഴും അത് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ എന്ത് ചെയ്യും ഇൻഡിപെൻഡന്റ് സർവേ സൂപ്പർവൈസേഴ്സ് എന്ത് ചെയ്യും ഓരോ 6 മാസം കഴിയുമ്പോഴും കാര്യങ്ങൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ മാച്ച്ഡ് ആൻഡ് അൺമാച്ച്ഡ് ഇവന്റ്സ് ആർ റീകൺസൈൽ. മാച്ച് ചെയ്യുന്ന അൺമാച്ച് ചെയ്യുന്ന ഇവന്റ്സിനെ കുറിച്ച് റീകൺസൈൽ ചെയ്യും. ഇതൊക്കെയാണ് എന്ത് പറയുന്നത് മെത്തേഡ്സ് എന്ന് പറയുന്നത് എന്തിന്റെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റത്തിന്റെ. ഇനി എക്സാമ്പിൾ എന്ന് പറയുന്നത് സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം ഇന്ത്യ ഇറ്റ്സെൽഫ്, അതന്നെ ഒരു എക്സാമ്പിൾ ആണ്. ഇനി മെറിറ്റ്സ് എന്ന് പറയുന്നത് മോർ ആക്യുറേറ്റ് ദാൻ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം in areas with poor registration. അതുപോലെ provides reliable fertility and mortality rates. അതുപോലെ produces annual estimates. These are the merits of the sample registration system. And the limitations are സാമ്പിൾ ബേസ്ഡ് ആണ്, നോട്ട് ഫുൾ കവറേജ്. ദാറ്റ് ഈസ് എ മെയിൻ ഇമ്പോർട്ടന്റ് വൺ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് സാമ്പിൾ ആണ്, എല്ലാവരെയും നമ്മൾ ചെയ്യത്തില്ല. അതുപോലെ ലിമിറ്റഡ് ലോക്കൽ ലെവൽ എസ്റ്റിമേറ്റ്സ്, അതുപോലെ റിസോഴ്സ് ഇന്റൻസീവ്. ഇനി അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം ഈസ് വൈഡ്ലി യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ്. ഏതൊക്കെ മാത്രമേ ഇത് എസ്റ്റിമേറ്റ് ചെയ്യുള്ളൂ? കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിനും മറ്റൊന്ന് എന്തിനാണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിനാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇൻകംപ്ലീറ്റ് സിവിൽ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇനി അടുത്തത് സാമ്പിൾ സർവീസ്. അപ്പൊ നമ്മൾ ആദ്യം എന്താ പറഞ്ഞേ? civil registration system, then population survey, then population census, then sample registration system, and now the fourth one is sample surveys. Sample surveys ആണ് fourth one എന്ന് പറയുന്നത്. Demographic and health surveys, large scale household surveys designed to collect retrospective vital event data and health indicators. ഇതിന് എന്താണ് what do you mean by sample surveys എന്നാണ്. അതായത് large scale household surveys designed to collect retrospective vital event data and health indicators. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യും ലാർജ് സ്കെയിൽ ഹൗസ് ഹോൾഡ് സർവീസ് കണ്ടക്ട് ചെയ്യും. എന്നിട്ട് അത് മാത്രമല്ല അവിടുത്തെ ഹെൽത്തും ഇൻഡിക്കേറ്റ് ചെയ്യും. ഇനി അതിന്റെ മെത്തേഡ് എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂസ് ആണ്. അതുപോലെ ബർത്ത് ഹിസ്റ്ററീസ്, ഡെത്ത് ഹിസ്റ്ററീസ് ആൻഡ് ഫെർട്ടിലിറ്റി പ്രിഫറൻസസ് ഉണ്ടാവും. ഇത് ഓരോ 3 മുതൽ 5 വർഷത്തിനിടയ്ക്കാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെമോഗ്രാഫിക് ആൻഡ് ഹെൽത്ത് സർവേ സപ്പോർട്ടഡ് ബൈ USAID, പിന്നെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ഇൻ ഇന്ത്യ. ഇത് രണ്ടുമാണ് എന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. മെറിറ്റ് എന്ന് പറയുന്നത് റിച്ച് ഡേറ്റ ഓൺ ഡിറ്റർമിനൻസ് ഓഫ് ഫെർട്ടിലിറ്റി ആൻഡ് മോർട്ടാലിറ്റി. എന്താണ് റിച്ച് ഡേറ്റ? നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള ഡേറ്റ കിട്ടും. പിന്നെ ക്യാപ്ചേഴ്സ് ഹെൽത്ത്, ന്യൂട്രീഷൻ ആൻഡ് സോഷ്യൽ വേരിയബിൾസ്. പിന്നെ യൂസ്ഫുൾ ഫോർ റിസർച്ച് ആൻഡ് പോളിസി ഇവാലുവേഷൻ. ദെൻ ദ ലിമിറ്റേഷൻസ് ആർ സബ്ജക്ട് ടു റീകോൾ ബയസ്, നോട്ട് കണ്ടിന്യൂസ്. എന്താണ് നമുക്ക് ആവശ്യത്തിന് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ, കണ്ടിന്യൂസ് അല്ല. പിന്നെ എന്താണ് ഓരോ 3 മുതൽ 6 വർഷത്തിന് 5 വർഷത്തിന് ഇടയ്ക്ക് വെച്ച് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ സ്മോളർ സാമ്പിൾ സൈസസ് ദാൻ സെൻസസ്. സെൻസസിനെക്കാളും ചെറിയ സൈസ് ആണ്. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് birth histories collected from women aged 15 to 49 are used to calculate total fertility rate. Total fertility rate നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് വഴിയാണ് യൂസ് ചെയ്യുന്നത്? ഈ സാമ്പിൾ സർവീസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, മാറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, പിന്നെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. ഇപ്പോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഇനി അങ്ങോട്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇനി അടുത്തെന്ന് പറയുന്നത്